Dear students, today we are going to discuss about Fick's law. There are two laws, Fick's first law and Fick's second law. Before that, let us have a brief introduction about diffusion. So what is diffusion? Diffusion is the process of introducing controlled amount of dopants into the semiconductor. It is a random motion of impurity atoms in a lattice or silicon substrate from a higher concentration region to lower concentration region. See, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഒരു പെർട്ടിക്കുലർ അത് കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഡോപ്പൻസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, diffusion എന്ന് പറയുന്നത്. Diffusion is the process of introducing controlled amount of dopants into the semiconductor material. So we can say that it is a random motion of impurity atoms or dopants in a lattice from a higher concentration region to lower concentration region. കുറേ മുമ്പ് തന്നെ നിങ്ങൾ സെമി കണ്ടക്ടറിൽ പഠിച്ചിട്ടുണ്ടാവും ഡിഫ്യൂഷനും ഡ്രിഫ്റ്റ് എന്നുള്ള ഫിനോമിന. ശരിക്കും ഡിഫ്യൂഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ബേസിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് അല്ലേ. ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് ഇമ്പ്യൂരിറ്റി ആറ്റംസ് മൂവ് ചെയ്യുകയാണ് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. സോ നമ്മളിപ്പോൾ പറയുന്നത് IC ഫാബ്രിക്കേഷൻ്റെ കേസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആറ്റംസിൻ്റെ റാൻഡം മൂവ്മെൻ്റ് ആണ്. ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ലാറ്റിസിലുടനെയുള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസിൻ്റെ റാൻഡം മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെൻറ്റ് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്കാണ് ഡോപ്പൻസ് മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മുമ്പേ ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡിഫ്യൂഷൻ? We need specific regions, that is P or N type, with a specific dopant concentration and depth. So in the fabrication, if we are moving to the fabrication stage, you know that in the case of a MOSFET there are separate regions for drain and source, right? So let us see. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു P സബ്സ്ട്രേറ്റ് ഉണ്ട്, അതിൽ N റീജിയൻസ്, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള N റീജിയൻസ് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ N ടൈപ്പ് റീജിയൻ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ Pയിൽ. അപ്പോൾ അത് എന്ത് പ്രോസസ്സ് വെച്ചിട്ടാണ് നടത്തുന്നത്? ഡിഫ്യൂഷൻ വെച്ചിട്ടാണ് നടത്തുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള P ടൈപ്പോ N ടൈപ്പോ റീജിയൻസ് നമ്മളൊരു സബ്സ്ട്രേറ്റിൽ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്പെസിഫിക് റീജിയൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് നടത്തണം. അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ നമ്മൾ മോസ്ഫെറ്റിൻ്റെ കേസിലാണ് ഡ്രെയിനും സോഴ്സും ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക അല്ലെ. ഗേറ്റ് റീജിയൻ സബ്സ്ട്രേറ്റ് റീജിയൻ തന്നെയാണ്. ഡ്രെയിനും സോഴ്സ് റീജിയൻ കുറച്ചും കൂടി മെറ്റീരിയൽ മാറ്റമായിരിക്കും. അതായത് P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ N ടൈപ്പ് ആയിരിക്കും ഡ്രെയിനും സോഴ്സിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്താണ് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വെച്ചിട്ടാണ് ആ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ജംഗ്ഷൻ ഡെപ്ത്. Depth in the silicon which defines the source or drain regions is called junction depth. എന്താ ജംഗ്ഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ സിലിക്കൺ റീജിയൻസിൽ, അതായത് സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ അകത്ത് ഡ്രെയിൻ്റെയും സോഴ്സിൻ്റെ ഡെപ്താണ് എന്തുദ്ദേശിക്കുന്നത് ജംഗ്ഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, diffusion is used to form the base and emitter in BJT and form integrated resistor, form the source and drain in MOSFET, dope polysilicon gates in MOS transistor. സോ അപ്പോൾ മെയിനായിട്ടുള്ള ഡിഫ്യൂഷൻ്റെ യൂസ് എന്തൊക്കെയാണ്? ഒരു BJTൻ്റെ കേസിലാണെങ്കിൽ ബേസും എമിറ്ററും ഫോം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ബേസും എമിറ്ററും ഉണ്ടാക്കുന്നത്. ഒരു NPN ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. P സബ്സ്ട്രേറ്റ് എടുത്തിട്ട് രണ്ട് N റീജിയൻസിൽ അതിൽ ഡിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് N ടൈപ്പ് ഡോപ്പൻസ് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബേസും അതുപോലെ തന്നെ എമിറ്ററും ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോം ഇൻ്റഗ്രേറ്റഡ് റെസിസ്റ്റർ. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ICൻ്റെ കേസിലൊക്കെ റെസിസ്റ്റേഴ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ICയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സാണ്. മോസ്ഫെറ്റിൻ്റെ കേസിൽ സോഴ്സും ഡ്രെയിനും ഉണ്ടാക്കുന്നത് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഗേറ്റിൻ്റെ കേസിലാണ് പോളിസിലിക്കൺ മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതൊക്കെ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് ഡോപ്പൻസ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സ് ഫസ്റ്റ് ലോയും നിങ്ങളുടെ സിലബസിലുള്ള പോർഷനാണ് ഫിക്സ് ലോ എന്ന് പറഞ്ഞിട്ട്. ഫിക്സ് ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫിക്സ് സെക്കൻഡ് ലോ നോക്കാം. ഓക്കെ,
സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെ കേസിലാണെങ്കിൽ ഫിക്സ് ഫസ്റ്റ് ലോ വെനെവർ ആൻ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഡോ സി ബൈ ഡോ എക്സ് എക്സിസ്റ്റ് ഇൻ എ ഫൈനൈറ്റ് വോളിയം ഓഫ് എ മെട്രിക് സബ്സ്റ്റൻസ്, the impurity material will have the tendency to move in order to distribute itself more evenly within the matrix and decreases the gradient. So what is Fick's first law? Whenever an impurity concentration gradient dou C by dou X exists in a finite volume of metric substance or silicon substrate, in this context the impurity material will have the tendency to move in order to distribute itself more evenly within the matrix and decreases the gradient. So ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷനിൽ ചെറിയൊരു ചേഞ്ച് അതിനുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്പെസിഫിക് ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റ് എടുത്ത് എല്ലായിടത്തും ഒരേപോലെയല്ല ഇമ്പ്യൂരിറ്റീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ്റെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചേഞ്ചിനെയാണ് എങ്ങനെ നമ്മൾ ചെറിയൊരു ചേഞ്ച് ആകുമ്പോൾ അതിനെ ഡോ സി ബൈ ഡോ എക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോ സി ബൈ ഡോ എക്സ് എന്നുള്ള ഒരു ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. So the impurity material will have the tendency to move in order to distribute itself more evenly within the matrix and decreases the gradient. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇമ്പ്യൂരിറ്റി മെറ്റീരിയൽസിന് എല്ലായിടത്തും ഒരേപോലെയുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് ഇമ്പ്യൂരിറ്റി മെറ്റീരിയൽ വിൽ ഹാവ് ദി ടെൻഡൻസി ടു മൂവ് ഇൻ ഓർഡർ ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് സെൽഫ് മോർ ഇവൻലി വിത്തിൻ ദി മെട്രിക്സ് ആൻഡ് ഡിക്രീസസ് ദി ഗ്രേഡിയൻറ്റ്. സോ ഇമ്പ്യൂരിറ്റി ആറ്റംസിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കുമ്പോൾ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ത് ചെയ്യും? മൂവ് ചെയ്തിട്ട് എല്ലായിടത്തും ഒരേപോലെയുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്ന കേസിൽ. ഓക്കെ, given enough time, thus flow of impurities will eventually results in homogeneity within the matrix, causing the net flow of impurity to stop. സോ നമ്മൾ ഒരുപാട് ടൈം ഈ ഒരു പ്രോസസ്സ്, നമ്മളൊരു സിലിക്കൺ സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിൽ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാവുകയെന്ന് വിചാരിക്കാൻ നമ്മൾ ഇനഫ് ടൈം കൊടുക്കുകയാണെങ്കിൽ ഈ ഇമ്പ്യൂരിറ്റി ആറ്റംസ് മൂവ് ചെയ്തിട്ട് എല്ലായിടത്തും ഒരേപോലെയുള്ള കോൺസെൻട്രേഷനായി മാറും. അപ്പോൾ എന്ത് ചെയ്യും? ഒരേപോലെയുള്ള കോൺസെൻട്രേഷനായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഇമ്പ്യൂരിറ്റി ആറ്റംസ് മൂവ് ചെയ്യില്ല, അത് സ്റ്റോപ്പ് ആവും. ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ഇനഫ് ടൈം, ദസ് ഫ്ലോ ഓഫ് ഇമ്പ്യൂരിറ്റീസ് വിൽ ഇവൻച്വലി റിസൾട്ട്സ് ഇൻ ഹോമോജിനിറ്റി വിത്തിൻ ദി മെട്രിക്സ്, കോസിങ് ദി നെറ്റ് ഫ്ലോ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ടു സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് ഇമ്പ്യൂരിറ്റി ആറ്റംസിൻ്റെ മെയിനായിട്ടുള്ള ടെൻഡൻസി ഇതാണ്. ഓക്കെ, ദി ഫിക്സ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫ്ലക്സ് ഓഫ് ദി fixed first law states that the flux or flow of material across a given plane is proportional to the concentration gradient across the plane. സോ നമുക്കത് ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനനുസരിച്ചുള്ള മൂവ്മെൻറ്റിന് ഫിക്സ് ഫസ്റ്റ് ലോ ആയിട്ട് പറയാം. അതായത് ഫിക്സ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫ്ലക്സ് ഓർ ഫ്ലോ ഓഫ് മെറ്റീരിയൽ അക്രോസ് എ ഗിവൺ പ്ലെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അക്രോസ് ദി പ്ലെയിൻ. ഒരു പെർട്ടിക്കുലർ പ്ലെയിനിലുള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അക്രോസ് ദാറ്റ് പ്ലെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഫ്ലക്സിന് അങ്ങനെ റെപ്രസെൻറ്റ് ജെ ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ്. C is a function x, t. So here negative sign shows that the impurities are following in the direction of lower cone. Okay, lower cone. Okay. So J equal to minus D into dou C x of t by dou x is the fixed first law equation, where J is the flux of atoms diffusing and D is the diffusion coefficient for the material and its unit is meter square per second, and x is the depth in the silicon, and dou C by dou x is the concentration gradient of the dopant, and T is the time. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഓരോ ടേമും നമ്മൾ പറഞ്ഞു. ജെ എന്ന് പറയുന്ന ഫ്ലക്സ് ആണ്, ഡിഫ്യൂസ് ചെയ്യുന്ന ആറ്റംസിൻ്റെ ഫ്ലക്സിനാണ് ജെ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോയിഷ്യൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം റീജിയനാണ് ഡിഫ്യൂസ് ചെയ്തിട്ടുള്ള, ഡിഫ്യൂഷൻ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഡെപ്തിനെയാണ് എന്ത് സിലിക്കണിലുള്ള അതിൻ്റെ ഡെപ്തിനെയാണ് നമ്മളെന്ത് എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ടി എന്ന് പറയുന്ന ടൈമാണ്. ഇവിടെയുള്ള നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ഇമ്പ്യൂരിറ്റീസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലോവർ കോൺസെൻട്രേഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇമ്പ്യൂരിറ്റീസ് മൂവ് ചെയ്യുന്നത്. ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്കാണ് ഇമ്പ്യൂരിറ്റീസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്കാണ് ഇമ്പ്യൂരിറ്റീസ് മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
So here flux is the number of particles moving through unit area in a given time. If flux is independent of time, then the diffusion is called steady state diffusion, and if flux is dependent on time, it is called a non-steady state diffusion. You can note it as point that flux is the number of particles moving through unit area in a given time. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവിങ് ത്രൂ എ പെർട്ടിക്കുലർ ഏരിയ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ക്ലാസ് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ മൂവ്മെൻറ്റ് പറഞ്ഞു, ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എത്രത്തോളം നമ്പർ ഓഫ് ഓക്സിജൻ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന അതിനെയാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ ജനറൽ ഫ്ലക്സ് ഈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ given time. So flux is independent of time, and then the flux independent of time ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഡിഫ്യൂഷൻ എന്താണ് പറയുക? സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്നാണ് പറയുക. ഈ ഫ്ലക്സ് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടൈം, അങ്ങനെയുള്ള ഡിഫ്യൂഷൻ എന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അതിനെന്ത് പറയും? നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. ഫ്ലക്സ് ഡിപ്പെൻഡൻ്റ് ഓൺ ടൈം ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആകുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എപ്പോഴും എന്തായിരിക്കും? ഒരേ വാല്യൂ ആണ് അതിന് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയും. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഡിഫറൻറ്റ് ടൈമിൽ ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക? നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ഫിക്സ് ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കും, അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അത്രയുമാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് ഫിക്സ് സെക്കൻഡ് ലോ. ഫിക്സ് സെക്കൻഡ് ലോ മെയിനായിട്ട് എന്താണ്? നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷന് ഉദ്ദേശിച്ചിട്ടാണുള്ളത്. നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ അറിയാലോ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിരിക്കും അല്ലേ? ഡിഫ്യൂഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിരിക്കും നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ് സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യാം. ദി ഫസ്റ്റ് ലോ ഡസ് നോട്ട് കൺസിഡർ ദി ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിത്ത് പൊസിഷൻ, സോ ഇറ്റ് ഈസ് ലെസ് യൂസ്ഫുൾ. The flux J1 of impurities entering a section of the bar with a concentration gradient is different from the flux J2 of impurities leaving the same section. So fixed second law predicts how diffusion causes the concentration to change with time. അതായത് ഫിക്സ് സെക്കൻഡ് ലോ നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അതായത് ടൈമിനനുസരിച്ച് ഡിഫ്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലോൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യുന്നത്? ഫ്ലക്സ് പിന്നെ പൊസിഷൻ അനുസരിച്ച് ടൈമിനനുസരിച്ചിട്ടുള്ള ചേഞ്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്ലക്സ് ടൈമിനനുസരിച്ചിട്ട് അങ്ങനെ വാരി ചെയ്യുന്നതാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ പൊസിഷൻ അനുസരിച്ചിട്ട് ഫ്ലക്സ് അങ്ങനെ വാരി ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഫിക്സ് സെക്കൻഡ് ലോയിൽ നമ്മൾ ടൈമിനെയും പൊസിഷനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊസിഷൻ അനുസരിച്ചിട്ട് ഫ്ലക്സ് എങ്ങനെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് J1 ഓഫ് ഇമ്പ്യൂരിറ്റീസ് എൻ്ററിങ് എ സെക്ഷൻ ഓഫ് എ ബാർ വിത്ത് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ഫ്ലക്സ് J2 ഓഫ് ഇമ്പ്യൂരിറ്റീസ് ലീവിങ് ദി സെയിം സെക്ഷൻ. സോ നമുക്കൊരു സെക്ഷൻ ഓഫ് വേഫർ ഉണ്ടെന്ന് വിചാരിക്കുക, സിലിക്കൺ വേഫർ അല്ലെങ്കിൽ സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ആ സിലിക്കൺ സബ്സ്ട്രേറ്റിലേക്ക് നമ്മൾ ഡിഫ്യൂഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്ന ഡോപ്പൻസിൻ്റെ കോൺസെൻട്രേഷനും, അതായത് എൻ്റർ ചെയ്യുന്ന കോൺസെൻട്രേഷൻ J1 ആണെന്ന് വിചാരിക്കുക. അതേസമയം അതേ ഏരിയയിൽ നിന്ന് റിമൂവ് പോകുന്ന ഡോപ്പൻസിൻ്റെ കോൺസെൻട്രേഷൻ J2 ആണെന്ന് വിചാരിക്കുക. സെയിം സെക്ഷന് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് J1 ആണെങ്കിൽ ലീവ് ചെയ്യുന്ന ഫ്ലക്സ് എന്തായിരിക്കും? J2 ആയിരിക്കും. അപ്പോൾ ഫിക്സ് സെക്കൻഡ് ലോ പ്രെഡിക്ട്സ് ഹൗ ഡിഫ്യൂഷൻ കോസസ് ദി കോൺസെൻട്രേഷൻ ടു ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ ഫിക്സ് സെക്കൻഡ് ലോ എന്താ ചെയ്യുന്നത്? ഡിഫ്യൂഷൻ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള കാണിക്കുന്ന ലോ ആണെന്ത്? ഫിക്സ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് J1 ആണെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ലീവ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് J2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഫിക്സ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ചേഞ്ച് ഇൻ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ വിത്ത് ടൈം ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ ഫ്ലക്സ് വിത്ത് പൊസിഷൻ. So fixed second law states that change in impurity concentration with time is equal to the change in flux with position. So പൊസിഷൻ അനുസരിച്ചിട്ട് ഫ്ലക്സിന് എന്ത് ചേഞ്ച് ആണോ ഉണ്ടാവുന്നത് അത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വേഫറിനെ നമ്മൾ ഡിഫ്യൂഷൻ നടത്തിയിട്ട് ഡിഫറെൻറ്റ് ഡോപ്പൻ്റ് റീജിയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ ഫിക്സ് സെക്കൻഡിൽ വെച്ചിട്ടാണെങ്കിൽ ഓരോ റീജിയനിലെയും ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഓരോ വേഫറിൻ്റെ പൊസിഷൻ അനുസരിച്ച് വേഫറിൻ്റെയും പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ്റെ ഒത്തുള്ള ചേഞ്ചും വിത്ത് ടൈം
എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ചേഞ്ച് ഇൻ ഫ്ലക്സ് വിത്ത് പൊസിഷൻ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്? ടൈം ബേസും എടുക്കുന്നുണ്ട്, പൊസിഷൻ ബേസും എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിക്സ് സെക്കൻഡ് ലോയിൽ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാം? ഡോ ബൈ ഡോ ടി ഓഫ് സി ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ്. മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ് ഫസ്റ്റ് ലോയിൽ കിട്ടിയ നമുക്കുള്ള ഫ്ലക്സ് ആണ് അല്ലേ? ഫിക്സ് ഫസ്റ്റ് ലോ അനുസരിച്ചിട്ടുള്ള ജെയുള്ള ഫ്ലക്സ് ഓഫ് ആറ്റംസ് ഡിഫ്യൂസിങ് ആണ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിക്സ് ഫസ്റ്റ് ലോയിലുള്ള ടൈമിനനുസരിച്ചിട്ടുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് വ്യത്യാസമാണ്? പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡോ ബൈ ഡോ ടി ഓഫ് സി ഓഫ് എക്സ് കോമ ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇത് എക്സിനെയും പൊസിഷനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ജെ എന്ന് പറയുന്നത് ഫിക്സ് ഫസ്റ്റ് ലോ വെച്ചിട്ട് നമുക്കറിയാം. അതെന്താണ്? മൈനസ് ഡി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ജെയുടെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെയാണ് ഉണ്ടാവും. ഡോ ബൈ ഡോ ടി ഓഫ് സി ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെക്ക് പകരം എന്ത് കൊടുക്കാം? മൈനസ് ഡി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ അതിൽ മൈനസും കൂടി വരുമ്പോൾ പ്ലസ് ആയി മാറും. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എന്ന് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി എന്ന് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ assume diffusion quotient d is independent of position, then dou by dou t of c of x comma t is equal to d into dou square by dou x square into c of x comma t. അപ്പോൾ ഫിക്സ് ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ നോക്കുക. ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ ഇതാണ്, ജെ ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി. ഫിക്സ് സെക്കൻഡ് ലോൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു സി ഓഫ് എക്സ് കോമ ടി എന്ന് വരും. ഇനി പ്രീ ഡെപ്പോസിഷൻ ആൻഡ് ഡ്രൈവ് ഇൻ പ്രോസസ്സ് നോക്കാം. ഡിഫ്യൂഷൻ, പ്രീ ഡെപ്പോസിഷൻ ആൻഡ് ഡ്രൈവ് ഇൻ പ്രോസസ്സ്. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നോക്കാം. അത് ഡിഫ്യൂഷൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഫിക്സ് ഫസ്റ്റ് ലോ, ഫിക്സ് സെക്കൻഡ് ലോ നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിഫ്യൂഷൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു.